എൻ്റെ മകൻ്റെ മാക്സിമം കിട്ടി. അവൻ ക്രിക്കറ്റ് ഓർമ്മ വെച്ചാൽ നമ്മൾ ക്രിക്കറ്റ് കളിക്കാൻ തുടങ്ങിയാണ്. ആ കളിയിൽ അവൻ്റെ മാക്സിമം അവന് കിട്ടി. എന്തുണ്ടാക്കി ആർക്കുണ്ടായി? ലോകത്തെ ക്രിക്കറ്റ് നമ്മുടെ ടീമിനെ കണ്ടാൽ പേടിക്കും, അണ്ടർ പ്രഷർ ആവും. കാരണം അവരങ്ങനെയാണ്, നമ്മുടെ പിള്ളേർ അങ്ങനെയാണ് എല്ലാവരും ഒന്നിനൊന്ന് വെച്ചാൽ. സഞ്ജു കേരളത്തിന്റെ കുഞ്ഞുങ്ങൾക്ക് റോൾ മോഡൽ. കേരളത്തിന്റെ സ്പോർട്സ് കുഞ്ഞുങ്ങൾക്ക്, പ്രത്യേകിച്ച് ക്രിക്കറ്റ് കളിക്കുന്ന കുട്ടികൾക്ക് സഞ്ജു റോൾ മോഡൽ. സഞ്ജുവിന്റെ ലൈഫ് സ്റ്റൈൽ എങ്ങനെ വന്നു, സഞ്ജു ഇങ്ങനെയായി എന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾ ഫോളോ ചെയ്യുകയും അതിൽ വർക്കൗട്ട് ചെയ്യുകയും ചെയ്താൽ നമുക്കും പല സഞ്ജുമാരെയും ഇനിയും വരണം. എൻ്റെ മകൻ്റെ മാക്സിമം കിട്ടി. അവൻ ക്രിക്കറ്റ് ഓർമ്മ വെച്ചാൽ നമ്മൾ ക്രിക്കറ്റ് കളിക്കാൻ തുടങ്ങിയാണ്. ആ കളിയിൽ അവൻ്റെ മാക്സിമം അവന് കിട്ടി. ആ സന്തോഷം ബസ്. എൻ്റെ മകനെ പലരും അവിടെ ഇങ്ങനെ കളിയാക്കി ചില കാര്യങ്ങളുണ്ട്. അവന് കഴിവില്ലാത്തവനാണ്, ഇങ്ങനെ ഇല്ലാത്തവൻ, അവൻ PR ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് ചില ആളുകൾ അവനെ ഡിസ്റ്റർബ് ചെയ്തോട്ടാണ്. ഇന്നലത്തോടെ അതെല്ലാം മാറി. അവർക്കെല്ലാം മനസ്സിലായി എൻ്റെ മകനും ക്രിക്കറ്റ് ലോകത്ത് 4 പേരുടെ കൂടെ നിൽക്കാൻ യോഗ്യനാണ് എന്ന് തിരിച്ചറിഞ്ഞു. ആ സന്തോഷമാണ്, അത് മതി. ഇത്തരം വിമർശനങ്ങൾ വരുന്ന സമയത്ത് സഞ്ജു പറഞ്ഞൊരു വാക്കുണ്ട്, ഇപ്പോ ക്യാപ്റ്റനോട് മത്സരിക്കുന്നതല്ല, ഞാൻ ഈ ക്രിക്കറ്റ് ഫീൽഡിൽ യോഗ്യനായിട്ടുള്ള ഒരു പോരാളിയാണെന്ന് തെളിയിക്കുന്നിടത്താണ് എന്റെ വിജയം എന്നുള്ള സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരുന്നു. ആ ഒരു കാര്യം തെളിയിച്ചു കൊടുത്തൊരു സമയമല്ലേ? ഞാനും പറഞ്ഞല്ലോ, സഞ്ജുവിനെ ആരൊക്കെ എന്തൊക്കെ വിമർശിച്ചോ അതിനെല്ലാത്തിനും കൊടുത്തൊരു മറുപടിയാണ്. ആ വിമർശിച്ചവരാരും ഇനി അങ്ങനെ ഒരു കാര്യമായിട്ട് സഞ്ജുവിനെ സമീപിക്കത്തില്ല. നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് എൻ്റെ പിള്ളയെ ശല്യം ചെയ്ത് ഞാൻ കണ്ടു, ഞാൻ അറിഞ്ഞു, കേട്ടുകൊണ്ടിരുന്നു. പക്ഷെ എൻ്റെ മോനെ കുറിച്ച് ആരെങ്കിലും ഒരു ഡിസ്റ്റർബൻസ് തുടങ്ങുമ്പോൾ ഞാൻ അവിടെ നിർത്തി കളയും. ഫുള്ള് ഞാൻ കേൾക്കാൻ നിൽക്കില്ല. അവനെ കുറിച്ച് ശല്യം ചെയ്യുന്നവരുടെ ഫുൾ വാക്ക് ഞാൻ കേൾക്കാം. മത്സരത്തിന് ഇറങ്ങുമ്പോൾ സാർ എങ്ങനെ പ്രതീക്ഷിച്ചിരുന്നോ വിജയിക്കുമെന്നുള്ളൊരു ഉറപ്പുണ്ടായിരുന്നു? ഈ മത്സരത്തിൽ ആദ്യം വെസ്റ്റ് ഇൻഡീസിനെതിരെ ഇറങ്ങുമ്പോൾ എനിക്ക് ചെറിയൊരു ഡിസ്റ്റർബൻസ് ഉണ്ടായിരുന്നു, ചെറിയൊരു അറപ്പുണ്ടായിരുന്നു. കാരണം അവനൊരു ലോങ് ഇന്നിങ്സ് കിട്ടണം. ഒരു ലോങ് ഇന്നിങ്സ് ഇന്ത്യക്ക് വേണ്ടി കിട്ടാത്ത നാളെ വരെയായി സ്ട്രഗിൾ ചെയ്യുന്നു. അപ്പോൾ ആ മാച്ചിൽ അവൻ ഒരു നല്ലൊരു ഇന്നിങ്സ് കിട്ടണം എന്നൊരു ഉണ്ടായിരുന്നു. അപ്പോൾ അവൻ്റെ ഒരു 10, 20, 25, 30 റണ്ണ് കടന്നപ്പോൾ അവൻ്റെ ബാറ്റിംഗ് ശൈലി കണ്ടപ്പോൾ അവൻ ആവശ്യമില്ലാത്ത ഷോട്ടിന് പോകില്ല എന്ന് ഞാൻ മനസ്സിലാക്കി. അപ്പോൾ അവൻ കളിയിൽ തിരിച്ചു വന്നു. ഇനി അവൻ ഇങ്ങനെ തന്നെ പോകും. എക്കാലമൊക്കെ അവൻ ക്രിക്കറ്റ് കളിക്കുമ്പോൾ ഇങ്ങനെ തന്നെ പോകും. എനിക്ക് പേടിയൊന്നുമില്ലായിരുന്നു. ഫൈനലിൽ എനിക്ക് പേടിയില്ല. കാരണം എതിരാളി ന്യൂസിലൻഡായിരുന്നു. എനിക്ക് അവിടെ ഒരിക്കലും പേടിയില്ല. എൻ്റെ മോൻ അടിച്ചതുണ്ടോ ജയിച്ചതുണ്ടോ കപ്പടിച്ചുകൊണ്ടോ പറഞ്ഞല്ല, സത്യസന്ധമായി ഞാൻ പറയുന്നു, എതിരാളിയിൽ ന്യൂസിലൻഡ് ആയതുകൊണ്ട് 5 കളി അതിനുമുമ്പ് അവരിൽ നിന്ന് അവൻ പരാജയമേറ്റ് വാങ്ങിയത് കൊണ്ട് ഇവിടെ അവരെ തിരിച്ചടിക്കുമെന്നൊരു വിശ്വാസം സാംസന്റെ മകൻ സാംസൺ അങ്ങനെ ഒരു വിശ്വാസവും ഒരു കരുതലും ഉണ്ട്. അപ്പൊ എൻ്റെ മകൻ 5 ഫെയിലായി, 6ാമത് അവൻ ഫെയിലാകില്ല. അവൻ ഇന്ന് നിൽക്കും, അവരെ എതിരിടും, അവർക്കെതിരെ നന്നായി കളിക്കും എന്ന് ഇതിന്റെ പിന്നിലുള്ള 2 ഇന്നിങ്സും എനിക്ക് പ്രൂവ് ചെയ്തു. എൻ്റെ മകൻ അത് പ്രൂവ് ചെയ്തു, 2 ഇന്നിങ്സ് അവൻ. അപ്പൊ ഞാൻ തീരുമാനിച്ചത് ഓവർ കോൺഫിഡൻ്റ് അല്ല, അഹങ്കാരമല്ല, സ്പോർട്സിനെ അഹങ്കരിച്ചിട്ട് കാര്യമില്ല. ന്യൂസിലൻഡിനെ അവൻ തിരിച്ചടിക്കുമെന്ന് എൻ്റെ മനസ്സ് കൃത്യമായി പറഞ്ഞുകൊണ്ടിരുന്നു. അത് മാത്രമല്ല, ഇപ്പൊ കുറച്ച് വർഷങ്ങൾക്ക് പിറകോട്ട് പോകുമ്പോൾ സാറ് സഞ്ജുവിനോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്. സഞ്ജു ഒപ്പം തന്നെ മറുപടിയും പറയുന്നു. അതായത് 10 വർഷം കഴിഞ്ഞാൽ നീ എവിടെ നിൽക്കണം എന്നുള്ള ഒരു കൃത്യമായിട്ടുള്ള ബോധ്യം നിനക്കുണ്ട് എന്ന് സാറ് പറയുമ്പോൾ സഞ്ജു അത് പറയുന്നത് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ ഏറ്റവും മികച്ച പ്ലെയർ ആയിട്ട് ഞാൻ ഉണ്ടാകണം എന്നുള്ളൊരു വാക്കാണ്. ആ ഒരു വാക്കും ഇന്നലത്തെ ഒരു അതിനെങ്ങനെയാണ്? അപ്പൊ ഞാൻ 10 വർഷം പറഞ്ഞു, അവരും 10 വർഷം പറഞ്ഞു. ഇപ്പൊ 10 വർഷം എത്തുന്നതിന് മുമ്പ് കാര്യങ്ങൾ ചെയ്തു തീർത്തു. ഒരു 7 വർഷമായിരുന്നു. 7 വർഷത്തിനകത്ത് അവൻ എന്ത് ചെയ്തു? അവനെ സ്വയം പ്രൂവ് ചെയ്തു. ഇന്ത്യൻ ക്രിക്കറ്റിനകത്തൊരു ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ഘടകമായി അവൻ മാറി. അപ്പൊ ആ വാക്ക് അവൻ പാലിച്ചു. സഞ്ജുവിന്റെ കാര്യം സന്തോഷത്തോടെ നമുക്ക് പങ്കുവെക്കുമ്പോൾ തന്നെ മൊത്തത്തിൽ ആ ഒരു ടീം പ്ലേ എങ്ങനെ ഉണ്ടായിരുന്നു? അതിനെ കുറിച്ച് എന്താണ് സാറിന്റെ അഭിപ്രായം? സഞ്ജു മാത്രമല്ല, 11 പേര് ഒരുമിച്ച് കളിച്ചപ്പോഴാണ് നമ്മൾ ജയിച്ചത്. എല്ലാ കളിയും അങ്ങനെയാണ്. അതിൽ അല്പം കോൺട്രിബ്യൂട്ട് സഞ്ജു കൂടുതൽ ചെയ്തു. കാരണം അവൻ കൂടെ ഡിസ്റ്റർബ് ആയിരുന്നു. അതുകൊണ്ടാണ് ഇപ്പൊ നമ്മൾ എല്ലാവരും അവനെ കുറിച്ച് സംസാരിക്കുന്നത്. ക്രിക്കറ്റിൽ അവൻ കുറച്ച് നാളെ നമ്മളെ നിരാശപ്പെടുത്തി.
അപ്പൊ അവൻ നിരാശപ്പെടുത്തിയപ്പോൾ നമ്മൾ അവനെ കുറിച്ച് ഇപ്പൊ നമ്മളെല്ലാം സംസാരിക്കും. യഥാർത്ഥത്തിൽ എല്ലാവരും കളിക്കാരാണ്. നമ്മുടെ ഇതില് ഈ അക്ഷർ പട്ടേൽ വരെ ഈ ക്ലാസിക് ബാറ്റേഴ്സാണ്. നമ്മുടെ ഇന്ത്യൻ ക്രിക്കറ്റിനകത്ത് ബാറ്റർ അവരെല്ലാം ബാറ്റ്സ്മാൻമാരാണ്. എൻ്റെ മകൻ മാത്രമല്ല, ഇന്നലെ ഇഷാൻ കിഷൻ, ഇപ്പോൾ നമ്മുടെ അഭിഷേക്, രണ്ടുപേരും എന്താ ഇന്നിങ്സ് കളിച്ചിട്ട് പോയി, എന്താ ഇന്നിങ്സ് കളിച്ചു. ഈ അത് കഴിഞ്ഞ് പറഞ്ഞ ഹാർദിക് പാണ്ഡ്യ, ദുബെ, തിലക് വർമ്മ, സൂര്യകുമാർ, ഈ അക്ഷർ പട്ടേൽ, എല്ലാവരും അവരും 20 ഓവർ നിന്ന് കളിച്ച് ടീമിനെ ജയിപ്പിക്കാൻ കഴിവുള്ളവരാണ്. അപ്പൊ എല്ലാവരും നമ്മുടെ കുട്ടികളൊക്കെ ചിങ്കക്കുട്ടികൾ. അതായത് ടീമും ഇടറി സഞ്ജുവും അഭിഷേക് ശർമ്മയും കൂടെ ഒരു 2024 ഒരു ഓപ്പണിംഗ് കൂട്ടുകെട്ട് ഇന്ത്യക്ക് വന്നു തുടങ്ങി. ആ കൂട്ടുകെട്ട് വന്നപ്പോൾ ലോക ക്രിക്കറ്റുകൾക്കൊക്കെ ഒരു ചെറിയൊരു പേടി അവരുണ്ടാക്കി. ഈ രണ്ട് ഓപ്പൺ കൂട്ടുകെട്ടും പ്ലസ് പിറകെന്ന് വന്ന എല്ലാവരും കൂടി ചേർന്ന് ഇന്ത്യൻ ക്രിക്കറ്റിനെ ഓൾറൗണ്ടിങ് ഇങ്ങേറ്റ 11 പേരും, ഈ 11 പേരും ഏത് രാജ്യത്തിനെതിരെ കളിച്ചാലും അവരെ തോപ്പിക്കാൻ പറ്റുന്ന ടീമല്ല അവർ എന്ന് ഇവരൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കി വെച്ചു. എന്തുണ്ടാക്കി? ആർക്കുണ്ടായി? ലോകത്തെ ക്രിക്കറ്റ് നമ്മുടെ ടീമിനെ കണ്ടാൽ പേടിക്കും, അണ്ടർ പ്രഷർ ആവും. കാരണം അവരങ്ങനെയാണ്, നമ്മുടെ പിള്ളേർ അങ്ങനെയാണ്, എല്ലാവരും ഒന്നിനൊന്ന് വെച്ചാൽ. അങ്ങനെ ഉണ്ടാക്കി വെച്ച ഒരു സ്ഥലത്ത് നിന്ന് ഒരാളെ പെട്ടെന്ന് എടുത്ത് തള്ളി കളയുക, ഒരാളെ എടുത്ത് മാറ്റി കളയുക. പിന്നെ ടീം അല്പസ്വല്പം സ്ട്രഗിൾ ചെയ്തു. ഇല്ലെന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്ത്യൻ ടീം അല്പസ്വല്പം സ്ട്രഗിൾ ചെയ്തു. ഇനിയും ആ ജോഡി തിരിച്ചു വന്നു. അഭിഷേകും സഞ്ജുവും പിന്നെ ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ടോപ്പ് ഓർഡറിൽ ഓപ്പണേഴ്സ് ആയിട്ട് തിരിച്ചു വന്നപ്പോ ഈ 3 കളിയിൽ അവർ പ്രൂവ് ചെയ്തു. ഈ 3 കളിയിലാണ് അവർ പ്രൂവ് ചെയ്തു. ഇതുവരെയുള്ള കളിയിൽ ഇങ്ങനെ പ്രൂവ് ചെയ്തില്ല. ഇന്ത്യൻ ക്രിക്കറ്റിന്റെ മാക്സിമം ഹൈ ഈ 3 കളിയിലാണ്. ഇപ്പൊ ലോകത്തുള്ള എല്ലാവർക്കും മനസ്സിലായി 2024 എങ്ങനെയാണോ ടീം നമ്മൾ അവരെ കണ്ട് എങ്ങനെയാണോ അണ്ടർ പ്രഷറിലായത്, ഇന്ന് അവർ തിരിച്ചെത്തിയിരിക്കുന്നു. അവർ അൺബീറ്റനായി, അവരെ തോപ്പിക്കാൻ ഭൂമിയിൽ ടീമില്ല. ഈ ജോഡി ഒരു പോകുമ്പോഴും ഇവർക്കെതിരെ കളിക്കാൻ വരുന്നവർ അല്പം ചിന്തിച്ചിട്ടേ കളിക്കാൻ വരൂ. കാരണം അൺബീറ്റൺ, പണ്ട് ബ്രസീൽ പോയിക്കൊണ്ടിരുന്ന ഫുട്ബോൾ, അതേപോലെ ഇപ്പൊ ഇന്ത്യ ക്രിക്കറ്റ് പോയിക്കൊണ്ടിരിക്കുന്നു. ഈ ജോഡി ഇനി എത്രത്തോളം പോകും അത്രത്തോളം പോകും. ഇപ്പൊ നിങ്ങളില്ല, കുറച്ചു നേരത്തെ വിളിച്ചു. ഞങ്ങൾക്ക് ഇങ്ങനെ ഇതൊരു ആഘോഷമല്ല ഞങ്ങൾക്ക്. ഇത് ഞങ്ങളെ കൊണ്ട് കഴിയുന്നതാണ്. ഞങ്ങൾ ഇതിനു മുമ്പ് പണ്ടും ഇന്ത്യൻ ടീമിന് വേണ്ടി എന്റെ മോൻ ചെയ്തുകൊണ്ടിരുന്ന അവിടെ ഏജ് ഗ്രൂപ്പുകളിൽ എന്റെ മകൻ പണ്ട് ഇന്ത്യക്ക് വേണ്ടി ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരുന്നതാണ്. അണ്ടർ 14, 15, 16, 17, 18, 19 ഇന്ത്യ 14 വയസ്സ് കംപ്ലീറ്റ് ആകുന്നതിന് മുമ്പേ ഇന്ത്യൻ കുപ്പായം ഇട്ട് തുടങ്ങിയവൻ അങ്ങേറ്റം ഇന്ത്യൻ കുപ്പായത്തിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത് ഞങ്ങൾ എല്ലാ പ്രാവശ്യവും ഫീൽ ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇതിനകത്ത് പ്രത്യേകത ഒന്നും നമുക്ക് തോന്നുന്നില്ല. അണ്ടർ 19 കഴിഞ്ഞപ്പോൾ അണ്ടർ 23 ഇന്ത്യ ഓസ്ട്രേലിയൻ ടൂറിൽ 23 ഇന്ത്യയുടെ ടൂറിൽ ഔട്ട് ഓഫ് ദ ബെസ്റ്റ് പ്ലെയറായിട്ട് തിരിച്ചു വന്നു. അതിനുശേഷമാണ് സീനിയർ ടീം ഇംഗ്ലണ്ട് ടൂറിൽ 1 ഡേ ടൂർ 5 അവിടെ അതിനകത്തുണ്ടായിരുന്നവൻ അവിടെ കൊണ്ടുപോയി ബെഞ്ചിലിരുത്തി. പിന്നെ അവന്റെ ബെഞ്ച് തുടങ്ങി. അതുവരെ അവൻ ബെഞ്ച് കണ്ടിട്ടില്ല. അതുകൊണ്ട് ഇന്നലത്തെ ഈ ഒരു കഥ ഞാനെടുത്ത് ഇങ്ങനെ വയ്ക്കുന്നില്ല. എന്റെ മകന് ചെയ്യാൻ കഴിയുന്നത് അവൻ രാജ്യത്തിന് വേണ്ടി ചെയ്തു. സോഷ്യൽ മീഡിയ ഉൾപ്പെടെ സച്ചിൻ, ധോണി, അതിനുശേഷം അതുകൊണ്ട് മലയാളികൾക്ക് അച്ഛനങ്ങനെ ഒരു സംഭവം തോന്നുന്നത് ഒരുപാട് ഓവറായിട്ട് ഒരുപാട് ഇങ്ങനെ ആഹ്ലാദിച്ചിങ്ങനെ പാറിപ്പറന്ന് നടക്കാൻ ഒക്കില്ല. പാറിപ്പറന്ന് നടന്ന ചരിത്രം എനിക്കില്ല. ഞാനിങ്ങനെ സോഫ്റ്റ് ആയിട്ട് പോകുന്ന ഒരാളാണ്. ഇതൊരു വിജയം എന്ന് പറഞ്ഞാൽ ചെറിയ വിജയമല്ലല്ലോ. എൻ്റെ മകൻ ഇന്ത്യൻ ക്രിക്കറ്റിനകത്ത് വന്നതിന് ശേഷം അവൻ 14 വയസ്സ് മുതൽ 13+ മുതലാണ് ഇന്ത്യൻ ക്രിക്കറ്റിലാണ്, ഇന്ത്യൻ നീല ജേഴ്സിയിലാണ്. അന്ന് മുതൽ ഞങ്ങൾക്ക് ഇതൊക്കെ ഉണ്ട്. പക്ഷെ ഇതൊരു വമ്പൻ അച്ചീവ്മെന്റ്. അതിനെ അത്തരത്തിൽ കാണുന്നത് എൻ്റെ മകൻ കംബാക്ക് ചെയ്തു. ഇതിനു മുമ്പും പലയിടത്തും നടന്നു. അണ്ടർ 19 നടന്നു. ഇത് ഇപ്പൊ ഈ അവരുടെ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് വെസ്റ്റ് ഇൻഡീസിനെതിരെ. ഇനി എന്റെ മോന് വരാനുണ്ടോ ഇല്ലോ എന്ന് എനിക്ക് പ്രതീക്ഷ. വന്നു കഴിഞ്ഞു. വെസ്റ്റ് ഇൻഡീസിനെതിരെ എടുത്ത അവന്റെ കളിയാണ്. ആ കളിയിൽ എവിടെയെങ്കിലും ചെറിയൊരു ഷോട്ടിന്റെ പിഴ ഉണ്ടോ? ക്ലാസിക്
ക്രിക്കറ്റ്. അവിടെ വന്ന് അവൻ ഈ ആരാധകർ കൂടുതൽ സഞ്ജുവിൽ നിന്ന് പ്രതീക്ഷിക്കാൻ ഉണ്ട് എന്നാണ്. അവര് പ്രതീക്ഷിക്കട്ടെ, കിട്ടിയില്ല ഇനി അവർ ചീത്ത വിളിക്കട്ടെ. പക്ഷെ എനിക്ക് കുഴപ്പമില്ല, എന്റെ പോലെ എനിക്ക് തന്നെയാണ് തന്നു കഴിച്ചു കേട്ടോ. ഒരാൾ എല്ലാ കാലത്തും ഹീറോ ആയിരിക്കാൻ പോകില്ല, പക്ഷെ ഇനി അടുത്തൊരു വർഷം കൂടെ അവൻ ഹീറോ ആയിരിക്കും. അവന്റെ കഠിനാധ്വാനം, ദൈവത്തിന്റെ കാവ്യനീതി അങ്ങനെ ഉണ്ടെങ്കിൽ അവൻ ഇനിയും ഇങ്ങനെ ചെയ്യാൻ ചാൻസ് ഉണ്ട്. പക്ഷെ അത് ഞാൻ എല്ലാ കാലങ്ങളും ഞാൻ പ്രതീക്ഷിച്ചിരിക്കുന്നില്ല. എന്റെ മകൻ ചെയ്യേണ്ടത് ചെയ്തു തന്നു, നമുക്ക് എല്ലാവർക്കും ചെയ്തു തന്നു, കേരളത്തിന് ചെയ്തു തന്നു. നാളെ എന്റെ പയ്യൻ പോയി എവിടെയെങ്കിലും കളിച്ചു, ഒരു ചെറിയ വീഴ്ച വന്നു, ഉടനെ നിങ്ങൾ അവനെ ചീത്ത വിളിക്കാൻ തുടങ്ങും. നിങ്ങൾക്ക് മാക്സിമം അവൻ ചെയ്യേണ്ടത് ചെയ്തു തന്നു. ഇനി അവനിൽ നിന്ന് ഇതുപോലെ ചെറിയ ചെറിയ കളികൾ പ്രതീക്ഷിക്കാം. നമുക്ക് IPL നമ്മുടെ ചെന്നൈയിൽ പോയിട്ട് അവർ ഇതുപോലെ അവൻ കുറച്ച് നന്നായി അവർ കളിച്ചു കൊടുക്കട്ടെ. അവരവനെ വിശ്വസിച്ച് വിളിച്ചോണ്ട് പോയതല്ലേ, അവർക്ക് വേണ്ടി അവൻ നല്ല ഇങ്ങനെ ഒരു കളി കളിച്ചു കൊടുക്കട്ടെ. ഇടയ്ക്കിടയ്ക്ക് നല്ലൊരു കളി കളിച്ചു കൊടുക്കുക. എല്ലാ കാലവും കളിക്കാൻ ഒക്കില്ല. ഒരു 14 മാച്ച് ഒറ്റുണ്ട്, അതിനകത്തൊരു 8 മാച്ചെങ്കിലും ഒരു 50-ലോട്ട് വരട്ടെ നമ്മൾ പ്രാർത്ഥിക്കുന്നു. സഞ്ജുവിന്റെ ഈ ഒരു വിജയം അതൊരു വളർന്നു വരുന്ന ഒരു തലമുറയ്ക്കുമുള്ള ഒരു മാതൃകയാണല്ലോ. അങ്ങനെ പറയുമ്പോൾ അച്ഛൻ എങ്ങനെയാണ് സഞ്ജുവിന്റെ ആ ഒരു ലൈഫ് സ്റ്റൈൽ ഓർമ്മ വരുന്നത്? തുടക്കം മുതലുള്ള കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ സഞ്ജു കേരളത്തിന്റെ കുഞ്ഞുങ്ങൾക്ക് റോൾ മോഡൽ. കേരളത്തിന്റെ സ്പോർട്സ് കുഞ്ഞുങ്ങൾക്ക്, പ്രത്യേകിച്ച് ക്രിക്കറ്റ് കളിക്കുന്ന കുട്ടികൾക്ക് സഞ്ജു റോൾ മോഡൽ. സഞ്ജുവിന്റെ ലൈഫ് സ്റ്റൈൽ എങ്ങനെ വന്നു, സഞ്ജു ഇങ്ങനെയായി എന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾ ഫോളോ ചെയ്യുകയും അതിൽ വർക്കൗട്ട് ചെയ്യുകയും ചെയ്താൽ നമുക്കും പല സഞ്ജുമാരെയും ഇനിയും വരണം. നമ്മളിപ്പോ നിങ്ങളൊക്കെ ഈ ജൂനിയേഴ്സ്, നമ്മൾ ഈ ലോകത്തുനിന്ന് ഇവിടെ പറയാൻ കാത്തിരിക്കുന്ന ടീമുകൾ 60+. നിങ്ങൾ ഈ ലോകത്ത് ഇനി ഒരുപാട് കാലം ഈ 60+ ഒക്കെ ആണെങ്കിൽ ഇനി എത്രയോ കാലം. അപ്പൊ നിങ്ങളെ എന്റർടൈൻ ചെയ്യിക്കാൻ സഞ്ജുവിനെ പോലെ, സഞ്ജു കുറച്ച് കഴിയുമ്പോൾ സഞ്ജുവിന്റെ സമയം സ്പോർട്സിൽ കഴിഞ്ഞു വരുമ്പോൾ അവന്റെ പിന്നില് നമ്മുടെ കേരളത്തിനെ സന്തോഷിപ്പിക്കാനും നമ്മുടെ കേരളത്തെ എന്റർടൈൻ ചെയ്യിക്കാനും ഇനിയും കുഞ്ഞുങ്ങൾ വളർന്നു വരണം. നമ്മൾ അവരുടെ കളികളുടെ ആസ്വദിക്കണം. എന്റെ ഭാര്യയ്ക്ക് എനിക്കും ഇന്ന് എന്റെ 2 മക്കളുടെയും കളി വീക്ഷിക്കുന്നതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ഹോബി. ഞാൻ മക്കളോട് പറയുന്നത്, എന്റെ ഭാര്യ ഞാൻ പറഞ്ഞത്, മക്കളെ ഞങ്ങൾക്ക് ഈ ലോകത്തിൽ മിച്ചമൊന്നുമില്ല, സിനിമ ഇല്ല, അതില്ല കാര്യങ്ങൾ. നിങ്ങൾ ഗ്രൗണ്ടിൽ ചെന്ന് കളിച്ച് കുറച്ച് കളി നന്നായി കളിക്കുമ്പോൾ ഞങ്ങളത് കണ്ടുകൊണ്ടിരിക്കുന്നില്ലേ? നിങ്ങളുടെ കളിയെ ഞങ്ങൾ ആസ്വദിക്കുന്നു. നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി, ഞങ്ങളുടെ ടൈം പാസിന് വേണ്ടി നിങ്ങൾ അല്പസമയം ക്രീസിൽ സ്പെൻഡ് ചെയ്ത് ഞങ്ങളുടെ ടൈം പാസ് ചെയ്യിക്കും. നിങ്ങളുടെ കളിയാണ് ഞങ്ങളുടെ ഈ ലോകത്തെ മിച്ചമുള്ള സമയം പോകും. അപ്പൊ നിങ്ങൾക്കൊക്കെ നിങ്ങൾ എങ്ങാതായി പൊഴിയെ നിൽക്കുന്നത് ഇനി എത്രയോ കാലം. അപ്പൊ സഞ്ജുവിനെ പോലെ കുറെ പേര് കേരളത്തിൽ വളർന്നു വരട്ടെ, സഞ്ജുവിനെ കണ്ടു പഠിച്ചു വരട്ടെ. അവനിപ്പോ അവന്റെ ഡിപ്പാർട്ട്മെന്റിന് കളിക്കുന്നു. പിന്നെ നമ്മുടെ കേരളത്തിന്റെ 2020 സ്ക്വാഡിലും ഉണ്ടായിരുന്നു, മുഷ്താഖ് അലിയിലും ഉണ്ടായിരുന്നു. അവനിങ്ങനെ കളിച്ചു, കുറച്ച് ഇഞ്ചേർഡായി പോയി, ഇല്ലാതായി പോയി. വേറെ വല്ല കുട്ടികളാണെങ്കിൽ വേറെ ഏതെങ്കിലും വഴി നോക്കി പോകും. 10-12 വർഷമായി അണ്ടർ-19 അവൻ ഇഞ്ചുറി ആയതാണ്. അവൻ ഇന്നും തിരിച്ചു വരണമെന്ന് പറഞ്ഞ് നടക്കുന്ന ഒരുത്തനാണ്. അപ്പൊ ഈ കഴിഞ്ഞ ഒരു KCL ആ സീസണിൽ അവന്റെ ഒരു കംബാക്ക് കണ്ടു. അവന്റെ ജീവിതത്തിലോട്ട് അവൻ പതുക്കെ ജീവിതം എന്ന് പറഞ്ഞ ക്രിക്കറ്റാണ്. എന്റെ മക്കൾ ജീവിതത്തിലോട്ട് വരാൻ എന്ന് പറഞ്ഞത്, എന്റെ മക്കളുടെ ജീവിതം അത് ക്രിക്കറ്റാണ്. എന്റെ മക്കൾ ക്രിക്കറ്റിലോട്ട് അവൻ തിരിച്ച് നടന്നു വരുന്നത് ഞാൻ കാണുന്നു. ഇനി പ്രതീക്ഷിക്കുന്നില്ല. ഇനി എന്ത് പ്രതീക്ഷിക്കാം? എന്റെ മോനെ സലിമോനെ ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. കാര്യം പ്രതീക്ഷിച്ചിരുന്നു 19 അവന്റെ 18 വയസ്സ് പ്രായത്തില്, അവന്റെ 20 വയസ്സ് പ്രായത്തിലൊക്കെ 19 വയസ്സിലാണ് ഇഞ്ചുറി ആയി പോയില്ലേ. അവൻ ഇഞ്ചുറി ആയിരുന്നു, അവൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് 100% പ്രതീക്ഷ ഉണ്ടായിരുന്നു. എന്റെ മൂത്ത മകൻ ഇന്ത്യൻ ടീമിന്റെ ഭാഗമാകുമെന്ന് എനിക്ക് 100% വിശ്വാസവും പ്രതീക്ഷയുണ്ടായിരുന്നു. അത് അവനെ സപ്പോർട്ട് ചെയ്യാൻ ആളില്ലാതായിപ്പോയി. അല്ലെങ്കിൽ ഇനി അവനെന്ത് ഇന്ത്യ ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഇനി എനിക്കൊരു പ്രതീക്ഷ ഉണ്ട്. എന്താണ്? IPL പോലത്തെ ഒരു ഇവന്റിൽ എന്റെ പിള്ള ഏതെങ്കിലും ടീമിന്റെ അതുണ്ട്. ഇന്ത്യൻ ടീമിനകത്തോട്ട് എനിക്ക് അതിമോഹങ്ങള്, ആവശ്യമില്ലാത്ത മോഹങ്ങൾ വച്ചു പുലർത്താൻ പാടില്ല. അപ്പൊ എന്റെ മകൻ ഇനി സീനിയർ, എന്റെ സലിമോൻ ഇനി സീനിയർ ഇന്ത്യൻ ടീമിൽ വരണമെന്നുള്ള ഒരു ആഗ്രഹം എനിക്കില്ല. ഉണ്ടായിരുന്നത് അസ്തമിച്ചു പോയി. ഇനി IPL പോലത്തെ ഒരു ഫ്രാഞ്ചൈസിയുടെ ടീമിൽ വരിക, അവനൊരു 2-3 ഓവർ എറിയാൻ കിട്ടുക, അവർക്ക് വേണ്ടി ഒരു 10-30 റൺ അടിക്കുക, ഇത് കാണാൻ നമുക്കൊരു ഭാഗ്യം ഉണ്ടാവുക, ഇങ്ങനെ പ്രതീക്ഷിക്കും. ഇത് ഇപ്പൊ വിളിച്ചതേ ഉള്ളൂ. ഇവിടെ നിങ്ങളില്ലായിരുന്നു.
ഒരു മണിക്കൂർ മുമ്പ് ഇവിടെ വിളിച്ചിരുന്നു. ആ എന്താണ് സംസാരിച്ചത്? കളിയെപ്പറ്റി എന്തെങ്കിലും പറഞ്ഞു? ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയില്ല. അവൻ തിരിച്ചു വന്നാൽ എനിക്ക് സന്തോഷം, വരുമെന്ന് എനിക്കറിയാം. അപ്പൊ അത് സഞ്ജു ഇത് ചെയ്യുമെന്ന് അച്ഛൻ അറിയാം. അച്ഛൻ ഇതുകൊണ്ടൊന്നും പൊട്ടിത്തെറിക്കുകയോ ഭയങ്കര ആഘോഷമൊന്നും കാണിക്കില്ല. അച്ഛൻ ഓക്കെ, സന്തോഷം, ഒരു എന്താ പറയുക, സംതൃപ്തി, മനസ്സിന് ആത്മസംതൃപ്തി അച്ഛനുണ്ടായി കാണുമെന്ന് അവനറിയാം. അവൻ ഇങ്ങനെ കളിച്ചതിന് ഞാൻ അവനെ ഇത് നീ അങ്ങ് മലമറിച്ച് കളഞ്ഞത് നീയോടോ അമ്മച്ചിയോട് ഞാൻ അവനോട് പറഞ്ഞത് അത് അവനറിയാം. ഞാൻ എൻ്റെ മകനെ പറഞ്ഞില്ല, ഇവിടെ നീ ചന്ദ്രനിൽ പോ, അവിടുന്ന് ഒരു കഷ്ണത്തെ പറിച്ചോണ്ട് വാ. എന്നിട്ട് എൻ്റെ മോൻ ചന്ദ്രനിൽ പോയി കഷ്ണം പറിച്ചോണ്ട് വന്നില്ല എന്നാ ഓക്കെ. ഇതവന് കഴിയുന്ന ജോലി അവൻ ചെയ്തു തീർത്തു. ആ ഒരു സംതൃപ്തി, ആത്മസംതൃപ്തി എനിക്കുണ്ടായി, അവനും ഉണ്ടായി.